എങ്കിലും അത് അങ്ങനെയാണ്. ഈ കഴിഞ്ഞ അമ്മാമ യോഗത്തിന് വരാതിരുന്ന സമയം അതിനു മുമ്പ് എല്ലാ പ്രാവശ്യവും അവർ ആ നിലയിൽ മാത്രമേ സഹകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ നിലയിൽ ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ഞങ്ങളോട് ആത്മാർത്ഥമായിട്ട് പെരുമാറുകയും ഞങ്ങൾ അന്യോന്യം ആ നിലയിൽ സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ഭവനമാണ്. ആ നിലയിൽ എന്റെ സഹോദരിക്ക് വളരെ ഭാരമുണ്ട്. എന്റെ വലത്തിരുന്ന പ്രിയ അമ്മാമ ഞങ്ങളെ വിട്ടു പോയല്ലോ എന്ന് വളരെ ദുഃഖത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നത്. കഴിഞ്ഞ അമ്മാമയ്ക്ക് അസുഖമാണെന്നറിഞ്ഞ കാലം മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രിയ അമ്മാമയ്ക്ക് വേണ്ടി ഞങ്ങൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം വരെയും ആ നിലയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എന്നാൽ ഏറ്റവും ഒടുവിൽ അമ്മാമയെ കാണുമ്പോൾ പിന്നെ ഞാൻ അന്ന് രാത്രി ചെന്ന് പ്രാർത്ഥിച്ചത്, പിതാവേ, തിരുനാമത്തിൽ അവമാനം വരുന്ന നിലയിൽ ഈ അമ്മാമയോടൊന്നും ചെയ്യരുത്, മറ്റുള്ളവരെ പരിസ്ഥിതിപ്പാൻ ഇടയാകരുത്, കൂടുതൽ വേദന അനുഭവിപ്പാൻ ഇടയാകരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിലാണ് പ്രിയ മാതാവ് മരിച്ചു എന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞത്. വളരെ ഭാരമുണ്ടായിരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അത് സംഭവം ഉണ്ടായത്. എങ്കിലും വളരെ പ്രത്യാശ അമ്മാമ്മയ്ക്കുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വരുമ്പോൾ അമ്മാമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ ആ പുഞ്ചിരിയില്ലായിരുന്നു. ആ നിലയിൽ വേദന കൊണ്ട് വളരെ ഭാരപ്പെട്ടെങ്കിലും അവർ കുറച്ചു മിനിറ്റുകൾ, മണിക്കൂറുകൾ മാത്രമേ അമ്മാമ ആ നിലയിൽ കഠിന വേദന അനുഭവിച്ചുള്ളൂ. വേദന ഉണ്ടായതിലും വേദന പുറത്തു കാണിക്കാതെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളായിരുന്നു അമ്മാമയ്ക്കുണ്ടായിരുന്നത്. അമ്മാമ ഒരിക്കൽ പറഞ്ഞു, രോഗിയായിട്ട് ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇത് രോഗി ആരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തന്നെയാണെന്ന് അങ്ങോട്ട് പറഞ്ഞാണ് രോഗിയെ ഡോക്ടർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ആ നിലയിൽ രോഗമുണ്ടെന്നോ തീരാരോഗമായിട്ടും രോഗമുണ്ടെന്നോ ആ നിലയിൽ ഒരു ഭാരവും അനുഭവിക്കാതെ മറ്റുള്ളവരെ അറിയിക്കാതെ പ്രിയ പിതാവിന് വളരെ നിലയിൽ എല്ലാ നിലയിലും ആശ്വാസം കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ പ്രിയ അമ്മാമയ്ക്കിടയായി. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തുടർന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പലരെ സംസാരിക്കാനുണ്ട്. എങ്കിലും ഇവിടുത്തെ സമയം മിക്കാറും തീരാറായി. അതുകൊണ്ട് ഇനി ഞാൻ സമയം മുന്നോട്ട് നീട്ടുന്നില്ല. അമ്മാമ വളരെ പ്രത്യാശയോടുകൂടെ താൻ പ്രിയമെച്ച ഭവനത്തിലേക്ക് പോയിരിക്കുകയാണ്. വിശപ്പുണ്ടാകുമൊന്നും ഇല്ലാത്ത സ്ഥലത്ത്, എല്ലാ നന്മയുള്ള സ്ഥലത്തേക്കാണല്ലോ പ്രിയമാതാവ് പോയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. സർവാശ്വാസകനായ ദൈവം പ്രിയ ഭവനത്തെയും അച്ഛനെയും മക്കളെയും എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഒറ്റ വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞ് എന്റെ വാക്ക് നിർത്തുന്നു. ഇനിയും ഈ ഭവനത്തില് അച്ഛന്റെ സഹോദരന് ജോയ് വർഗീസ് ചുരുക്കം ചില സമയം നമ്മളോട് ആശ്വാസ വാക്കുകൾ പറയുന്നതായിരിക്കും. കർത്തൃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു പ്രത്യേക അനുഭവത്തോടുള്ള ബന്ധത്തിലാണ്. കഴിഞ്ഞ കാലങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ട് അനേക ഓർമ്മകൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കൂടെ കടന്നുപോകും. അതെല്ലാം പറഞ്ഞ് വിസ്തരിക്കുവാനുള്ള സാവകാശമില്ല. ഒന്ന് ഞാൻ പ്രത്യേകമായി പറയുന്നു, ഞങ്ങളുടെ പിതാവും മാതാവും മക്കളായ ഞങ്ങളെല്ലാവരും സത്യത്തിൽ നടക്കണമെന്നുള്ളതാണ് ആഗ്രഹിച്ചത്. ഞങ്ങൾ 10 മക്കളാണ്. 5 പുരുഷന്മാരും 5 സ്ത്രീകളും. 5 സഹോദരിമാരെ ഞങ്ങൾ 5 ഭവനങ്ങളിലേക്ക് ഞങ്ങളുടെ പിതാവ് പറഞ്ഞയച്ചു. എന്നാൽ ഞങ്ങളുടെ 5 സഹോദരിമാര് മറ്റു ഭവനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നുയർന്നു. അതിൽ രണ്ടാമത്തെ സഹോദരിയാണ് പ്രിയ കൊച്ചമ്മാമ. ഗ്രേസിക്കുട്ടി അമ്മാമയെന്ന് ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഞങ്ങൾ കൊച്ചമ്മാമയാണ്. വിവാഹം മുതൽ ഞങ്ങൾക്ക് നന്നായി സ്നേഹത്തിന്റെ വാക്കുകൾ കൂടെ ഒരപ്പന്റെ മക്കളായി ഞങ്ങൾ ജീവിച്ചു. മതിയഞ്ചിറ ഭവനത്തിൽ ജനിച്ചു. മർത്തോമ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിൽ മാതാപിതാക്കൾ വളർത്തി വരുന്നു. അവിടുത്തെ അപ്പച്ചനും അമ്മയും വളരെ പ്രാർത്ഥിക്കുന്ന മക്കളായിരുന്നു, ഒരു സംശയവുമില്ല. അവിടുത്തെ രണ്ടാമത്തെ മകളായി, മൂത്ത മകന് ശേഷം രണ്ടാമത്തെ കുഞ്ഞായി ജനിച്ചു. അമ്മാമയെ വളർത്തിക്കൊണ്ടുവന്നു. ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മാമയെ പറഞ്ഞയച്ചു. വിവാഹം കഴിയുമ്പോൾ ഞങ്ങളുടെ അച്ചായൻ മൂഴിയാറ്റിൽ ജോലിയാണ്.
എല്ലാ സാറ്റർഡേയും വൈകിട്ട് വന്ന് മൺഡേ രാവിലെ പോകും. ഏറ്റവും കൂടുതൽ സമയം അമ്മാമ്മയോടുകൂടെ ചെലവഴിക്കുന്നത് അനുജത്തിമാരും നാത്തൂന്മാരും അനുജന്മാരുമാണ്. അങ്ങനെ ഹൃദ്യമായ ഒരു ബന്ധം പുലർത്തി. അമ്മാമ്മച്ചു അച്ചായനും കൂടെ 2 മക്കളെ ദാനമായി കൊടുത്തു. ഞങ്ങളുടെ ജെസിമോളെയും ജിജുവിനെയും കൈലേന്തി വളർത്തിയ കുഞ്ഞുങ്ങളാണ്. അവർക്ക് തക്കതായ ഒരു തുണയെ കർത്താവ് ഒരുക്കിക്കൊടുത്തു. അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം കൊടുത്തു. കർത്താവ് ജിജുവിന് 3 മക്കളെയും, ജെസിമോൾക്ക് 3 മക്കളെയും ജിജുവിന് 2 മക്കളെയും കൊടുത്ത് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും കർത്താവിലായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഞങ്ങൾക്കധികം വാക്കുകൾ എനിക്ക് പറയുവാനില്ല. ഞാൻ ഒരു വാക്യം വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-25 വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുവാൻ പോകുന്നു, അവർ ജീവിക്കും. ഞങ്ങളുടെ കൊച്ചമാമ ഇന്ന് ജീവിക്കുന്ന കൊച്ചമാമയാണ്, മരിച്ച കൊച്ചമാമയല്ല. ഇവിടെ ഒരു മൃതശരീരം മാത്രമേ ഉള്ളൂ. തന്റെ ആത്മാവ് കർത്താവിനോടുകൂടെ ഇന്ന് സന്തോഷിക്കുകയാണ്. മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും കണ്ട് സന്തോഷിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ഇതാ വേഗം വരുന്നു. ആമേൻ, കർത്താവായ യേശുവേ വേഗം വരണമേ എന്നുള്ള ചിന്ത മാത്രം നമ്മളെ ഭരിച്ചുകൊണ്ട് വീണ്ടും കർത്തൃസന്നിധിയിൽ നമ്മളെല്ലാവരും ചേർക്കപ്പെടുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഓരോ ദിവസവും നമുക്ക് ചെലവഴിക്കാം. കൊച്ചമാമ പോയിരിക്കുന്ന ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരവുമായി താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശ നമുക്ക് തന്നിരിക്കയാൽ സ്തോത്രം. ആ പ്രത്യാശയുള്ളതാണ് നാം ഇവിടെ കൂടിയിരുന്ന് സന്തോഷിക്കുന്നത്. ശേഷം മനുഷ്യരെ പോലെ നിങ്ങൾ ദുഃഖിക്കേണ്ട. കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ വരുമ്പോൾ മരിച്ച വിശുദ്ധന്മാരാണ് ഉറക്കപ്പെടുന്നത്. നാം 116-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. The death of a righteous is precious. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഒരു ഭക്തിയായ മകൾ കർത്താവിനോട് ചേർക്കപ്പെട്ടു, അത് കർത്താവിന് വിലയേറിയതാണ്. എന്നാൽ നമ്മുടെ കർത്താവിന്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും, മരിച്ച വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ഇല്ലാ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ രൂപാന്തരപ്പെട്ട് ചേർക്കപ്പെടും. എത്ര ധന്യമായൊരു പ്രത്യാശയാണ് നമുക്കുള്ളത്. ഞങ്ങളുടെ മാതാപിതാക്കൾ യാക്കോബ പശ്ചാത്തലത്തിൽ ജനിച്ച് ജീവിച്ചവരാണ്. കർത്താവായ ക്രിസ്തുയേശുവിനെ അറിയുവാനുള്ള ഭാഗ്യം അവരുടെ ജീവിതത്തിൽ കൊടുത്തു, ഞങ്ങളുടെയും ജീവിതത്തിൽ തന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഈ കർത്താവിനെ, ജീവൻ തന്ന കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ആ കർത്താവിന്റെ കാൽപ്പാടുകളെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ ഏത് സ്ഥാനത്തായാലും ആ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ